Good morning, friends. Good morning, sir. ഒരു പുതിയ ടോപ്പിക്കിലേക്ക് പോവാം. അക്കൗണ്ട് കറന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റണ്ണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓർ അക്കൗണ്ട് വിച്ച് ഇൻക്ലൂഡ്സ് ഇൻട്രസ്റ്റ് allowed or charged. For example, Mr. A selling goods to Mr. B. So in the books of A, we will prepare B account. In the ledger, we will prepare B account. In the goods വിറ്റു, പല ദിവസങ്ങളിൽ വിറ്റു. അപ്പോൾ ബിയുടെ അക്കൗണ്ടിൽ എ എഴുതും ടു സെയിൽസ് എന്ന് പറഞ്ഞിട്ട് വേരിയസ് ഡേറ്റ്സിൽ കടമായിട്ട് വിറ്റ ഗുഡ്സുകൾ ടു സെയിൽസ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിന് അദ്ദേഹം പൈസ തരുന്നുണ്ടാവും, ബൈ ക്യാഷ് അല്ലെങ്കിൽ ബൈ ബാങ്ക്. ഗുഡ്സ് വിറ്റതിന്റെ പേയ്മെന്റ് തരേണ്ടതിന് പല ഡ്യൂ ഡേറ്റ്സുകളും ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ തരേണ്ട എമൗണ്ടുകളാണ്, 1 വീക്കിന്റെ ഉള്ളിൽ തരണം അല്ലെങ്കിൽ 1 മന്തിന്റെ ഉള്ളിൽ തരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡ്യൂ ഡേറ്റ്സ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഈ ഡ്യൂ ഡേറ്റ്സിന് ആ എമൗണ്ട് തരാതിരിക്കുമ്പോൾ മിസ്റ്റർ എ വിൽ ചാർജ് ഇൻട്രസ്റ്റ്, മിസ്റ്റർ ബിയുടെ മേലെ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. അപ്പോൾ ഈ ഇൻട്രസ്റ്റും കൂടെ നമ്മുടെ ഈ അക്കൗണ്ടിനകത്ത് തന്നെ, ലെഡ്ജറിനകത്ത് തന്നെ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അക്കൗണ്ട് കറന്റ്. ഇസ് എ റണ്ണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് ബിറ്റ്വീൻ പാർട്ടീസ് ഫോർ എ ഗിവൺ പീരീഡ് ദാറ്റ് ഇൻക്ലൂഡ്സ് ഇൻട്രസ്റ്റ് അലൗഡ് ഓർ ചാർജ്. രണ്ട് പാർട്ടീസ് ഇൻവോൾവ് ആണ്. ഒന്ന് മിസ്റ്റർ എ, മറ്റത് മിസ്റ്റർ ബി. മിസ്റ്റർ എയുടെ ബുക്കിലാണ് നമ്മൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്, ബിയുടെ അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ആ ലെഡ്ജറിന് ഒരു ഹെഡിങ് കൊടുക്കണം, ബി ഇൻ അക്കൗണ്ട് കറന്റ് വിത്ത് എ. ബി ഇൻ അക്കൗണ്ട് കറന്റ് വിത്ത് എ എന്ന് കണ്ടു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ദ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ഇൻ ദ ബുക്സ് ഓഫ് എ. എപ്പോഴാണ് നമ്മളിങ്ങനെ അക്കൗണ്ട് കറന്റ് പ്രിപ്പയർ ചെയ്യേണ്ടി വരിക? രണ്ട് പാർട്ടികൾ തമ്മിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലാണ്. വോളിയം ഓഫ് ട്രാൻസാക്ഷൻസ് ആർ ഹൈ. എ മെർച്ചന്റ് selling goods to various customers and the customers settle the amount on various due dates. He charges interest for the amount outstanding. ഒരു ബാങ്ക് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ്സ് സ്വീകരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് കസ്റ്റമേഴ്സ് വിഡ്രോ ചെയ്യുന്നു. ഈ സ്വീകരിച്ച എമൗണ്ടുകൾക്ക് ബാങ്ക് കസ്റ്റമർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം. ഈ വിഡ്രോ ചെയ്ത എമൗണ്ടുകൾക്ക് ബാങ്ക് അങ്ങോട്ടേക്ക് ചാർജ് ചെയ്യും. അപ്പൊ അതിന് നെറ്റ് എമൗണ്ടിനാണ് ബാങ്ക് ഇൻട്രസ്റ്റ് കൊടുക്കുക. ഇത്ര ബാലൻസ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട് നോക്കിയിട്ടാണ് ബാങ്ക് ഒരു കസ്റ്റമർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുക. അപ്പൊ അപ്പോഴും നമ്മൾ ഈ അക്കൗണ്ട് കറന്റിന്റെ ആപ്ലിക്കേഷൻ ആവശ്യമായി വരും. 3 രീതിയിൽ അക്കൗണ്ട് കറന്റ് പ്രിപ്പയർ ചെയ്യാം. ഒന്ന് ഇൻട്രസ്റ്റ് ടേബിൾ മെത്തേഡ്, സെക്കൻഡ് വൺ പ്രോഡക്റ്റ് മെത്തേഡ്, ദ തേർഡ് വൺ ബാലൻസ് ഓഫ് പ്രോഡക്റ്റ് മെത്തേഡ്. ഒരു അക്കൗണ്ട് കറന്റിൽ 2 പാർട്ടീസ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. ഒന്ന് എ പേഴ്സൺ ഹു റെൻഡർ ദി അക്കൗണ്ട് and second one the person to whom the account is rendered. നമ്മൾ ഹെഡിങ് എ ഇൻ അക്കൗണ്ട് കറന്റ് വിത്ത് ബി എന്ന് പറഞ്ഞാൽ ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നമ്മൾ ബിയുടെ ബുക്കിലാണ്, എയുടെ അക്കൗണ്ട് ആണ്. ഒരു ഹെഡിങ് എ ഇൻ അക്കൗണ്ട് കറന്റ് വിത്ത് ബി എന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായിക്കോളണം ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ബിയുടെ ബുക്കിലാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, എയുടെ അക്കൗണ്ട് ആണ്. നമുക്ക് അക്കൗണ്ട് കറന്റ് പ്രിപ്പയർ ചെയ്യാൻ 3 മെത്തേഡ് ഉണ്ട്. ഒന്ന് ഇൻട്രസ്റ്റ് ടേബിൾ മെത്തേഡ്. ഇവിടെ നമ്മൾ ഇൻട്രസ്റ്റ് ഈസ് കമ്പ്യൂട്ടഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ റെഡിമെയ്ഡ് ടേബിൾ നോക്കിയിട്ട് അതിൽ നിന്ന് നമ്മൾ ഇൻട്രസ്റ്റ് എമൗണ്ട് എടുത്ത് എഴുതുകയാണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ എക്സാമിനേഷന് അങ്ങനെ ടേബിളൊന്നും തരില്ല, അതുകൊണ്ട് നമ്മൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യേണ്ടി വരും. ഇത് ഈ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ടേബിളിൽ നോക്കിയിട്ട് ഇത്ര ദിവസത്തിന് 1 രൂപക്ക് ഇത്ര പെർസെൻറ്റേജ് ആണെങ്കിൽ ഇത്ര എമൗണ്ട് ആണ് ഇൻട്രസ്റ്റ്. അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ 1000 രൂപക്ക് എത്രയാണ്, 10000 രൂപക്ക് എത്രയാണ്, 500 രൂപക്ക് എത്രയാണെന്ന് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് എടുത്ത് എഴുതുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ടേബിൾ നോക്കിയിട്ട് എടുത്ത് എഴുതുകയാണ്. പക്ഷേ നമുക്ക് എക്സാമിനേഷൻ അങ്ങനെ ടേബിളൊന്നും തരില്ല, അപ്പൊ അതുകൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ എഴുതേണ്ടി വരും. പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഒരു പ്രോഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇൻറ്റു ദാറ്റ് പെർസെൻറ്റേജ് ഇൻറ്റു 1/365 ചെയ്യലാണ്.
ദെൻ പ്രോഡക്ട്സ് ഓഫ് ബാലൻസ് മെത്തേഡ്, ഇത് നമ്മൾ ബാങ്കറുടെ കേസുകളിലൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക, രണ്ട് പ്രൊഡക്ട്സിന്റെ ഡെബിറ്റ് പ്രൊഡക്ട്സിന്റെയും ക്രെഡിറ്റ് പ്രൊഡക്ട്സിന്റെയും ബാലൻസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ 3 മെത്തേഡ് ഉണ്ട്: ഇൻട്രസ്റ്റ് ടേബിൾ മെത്തേഡ്, പ്രോഡക്റ്റ് മെത്തേഡ് ആൻഡ് പ്രോഡക്ട്സ് ഓഫ് ബാലൻസ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു അക്കൗണ്ട് കറണ്ട് എന്ന് പറയുന്നത്? അക്കൗണ്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ ഒരു റണ്ണിങ് സ്റ്റേറ്റ്മെന്റ് ആണ്. സാധാരണ ഒരു അക്കൗണ്ട് തന്നെയാണ് or account of transaction between parties for a given period of time. അതിനകത്ത് ഈ സംഭവങ്ങൾ ഉണ്ടാവും: ഇൻട്രസ്റ്റ് അലൗഡ് ഓർ ചാർജ്ഡ് ഓൺ വേരിയസ് ഐറ്റംസ്. അപ്പോൾ ഇതൊരു റണ്ണിങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആ റണ്ണിങ് സ്റ്റേറ്റ്മെന്റ് അകത്ത് എന്തുണ്ടാവും? ഇൻട്രസ്റ്റിനൊരു പ്രത്യേകം കോളംസ് ഉണ്ടാവും. ഓക്കെ, ദാറ്റ് ഇൻക്ലൂഡ്സ് ഇൻട്രസ്റ്റ് അലൗഡ് ഓർ ചാർജ്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ട്രാൻസാക്ഷൻസ് ഒരുപാട് ഉണ്ടാകുമ്പോഴാണ് നോർമലി ഇത് ചെയ്യുക. ഫ്രീക്വൻസി ഓഫ് ട്രാൻസാക്ഷൻസ് ആർ വെരി ഹൈ ആകുമ്പോഴാണ് ഇത് ചെയ്യുക. ചില സിറ്റുവേഷൻസ് പറയുന്നുണ്ട് എപ്പോഴാണ് നമ്മൾ അക്കൗണ്ട് കറണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരിക. ഒന്ന്, ഒരു മാനുഫാക്ചറർ ഗുഡ്സ് അദ്ദേഹത്തിൻ്റെ പല കസ്റ്റമേഴ്സിനും പല ട്രേഡേഴ്സിനും അദ്ദേഹം അയച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പല ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അതിൻ്റെ പേയ്മെന്റ് റിസീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡ്യൂ ഡേറ്റ്സിന് അത് തന്നില്ലെങ്കിൽ എമൗണ്ട് ഔട്ട്സ്റ്റാൻഡിങ്ങിന് അദ്ദേഹം ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. ഓക്കെ, അതേപോലെ ഒരു കൺസൈനിക്ക് ഗുഡ്സ് അയച്ചു കൊടുത്തിട്ട്, അപ്പൊ കൺസൈനി പല ദിവസങ്ങളിൽ അതിന്റെ എമൗണ്ടുകൾ സെറ്റിൽ ചെയ്യേണ്ടി വരും. അപ്പൊ എമൗണ്ട് സെറ്റിൽ ചെയ്യാതിരിക്കുമ്പോൾ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അതുപോലെ ബാങ്കറും കസ്റ്റമറും തമ്മിലുള്ള ട്രാൻസാക്ഷന് ബാങ്കർ കസ്റ്റമർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ കസ്റ്റമർ കൂടുതൽ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ ബാങ്കർക്ക് അങ്ങോട്ടേക്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻസിനൊക്കെ നമ്മൾ അക്കൗണ്ട് കറണ്ട് പ്രിപ്പയർ ചെയ്യും. നമുക്കറിയണം ഒരു മാസത്തിൽ എത്ര ദിവസങ്ങളുണ്ട് എന്നൊക്കെ അറിയണം. ജനുവരി 31 ഡേയ്സ്, ഫെബ്രുവരി 28 ഡേയ്സ്, മാർച്ച് 31 ഡേയ്സ്, ഏപ്രിൽ 30 ഡേയ്സ് എന്ന് പറയുന്ന അത് നമ്മൾ അറിയേണ്ടി വരും. അപ്പോൾ ഡ്യൂ ഡേറ്റ് മുതൽ അക്കൗണ്ട് കറണ്ട് പ്രിപ്പയർ ചെയ്യുന്ന അന്ന് വരെയുള്ള ദിവസത്തിനാണ് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ ഡ്യൂ ഡേറ്റിന്റെ ഡേറ്റ് ഇഗ്നോർ ചെയ്തിട്ട് എന്ന് വരെയാണ് അക്കൗണ്ട് കറണ്ട് പ്രിപ്പയർ ചെയ്ത് അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, ദ ഡേറ്റ് അപ് ടു വിച്ച് അക്കൗണ്ട് കറണ്ട് ഈസ് പ്രിപ്പയർഡ്, ആ ഡേറ്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്പർ ഓഫ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓപ്പണിംഗ് ബാലൻസ് ആണെന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് വൈൽ കാൽക്കുലേറ്റിംഗ് നമ്പർ ഓഫ് ഡേയ്സ് ഫോർ ഓപ്പണിംഗ് ബാലൻസ്, അതാണെങ്കിൽ നമ്മൾ ആ ഓപ്പണിംഗ് ഡേറ്റും ആ ഡേറ്റും കൂടെ അത് ഇൻക്ലൂഡ് ചെയ്യും. പ്രിപ്പയർ അക്കൗണ്ട് കറന്റ് ഫോർ നാത്ത് ബ്രദേഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് വിത്ത് ശ്യാം. September 16, goods sold to Shyam, rupees 200. Due date is 1st October. Then 1st October, cash received from Shyam, rupees 90. October 21, goods purchased from Shyam, 500. Due date is 1st December. November 1, paid to Shyam, rupees 330. December 1, paid to Shyam, 330. December 5, goods purchased from Shyam, rupees 500. Due date is 1st January. December 10, goods purchased from Shyam, rupees 200. Due date is 1st January. Then January 1, 2016, paid to Shyam, amount 600. January 9, goods sold to Shyam, rupees 20. Due date is 1st February. The account is to be prepared up to 1st February. Calculate interest at the rate of 6% per annum. 1 year, 365 days. Okay, sir. ആദ്യം ഒരു അക്കൗണ്ട് സെറ്റ് ചെയ്യണം. ഒരു ലെഡ്ജർ, ഡേറ്റ്, ഡ്യൂ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, നമ്പർ ഓഫ് ഡേയ്സ്, ഇൻട്രസ്റ്റ്. ഇത് ഡെബിറ്റ് സൈഡാണ്. ഇത്രയും സംഭവം ഡെബിറ്റ് സൈഡാണ്. ക്രെഡിറ്റ് സൈഡിൽ ഡേറ്റ്, ഡ്യൂ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, നമ്പർ ഓഫ് ഡേയ്സ്, ഇൻട്രസ്റ്റ്. പ്രിപ്പയർ അക്കൗണ്ട് കറന്റ് ഫോർ നാത്ത് ബ്രദേഴ്സ് ഇൻ റെസ്പെക്ട് ഓഫ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ വിത്ത് ശ്യാം. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് നാദിന്റെ ബുക്കിലാണ്. ഇൻ ദ ബുക്സ് ഓഫ് നാദ് ബ്രദേഴ്സ്, ശ്യാം ഇൻ അക്കൗണ്ട് കറന്റ് വിത്ത് നാദ് പറയുന്നത് എന്ന് വരെ പ്രിപ്പയർ ചെയ്യാനാണ്? 1st February വരെയാണ്. അപ് ടു 1st February. അപ്പൊ ഇൻട്രസ്റ്റ് എത്ര പെർസെന്റേജ് ആണെന്ന് പറയണം. ക്വസ്റ്റ്യനിൽ കാണുന്ന എല്ലാ സംഭവങ്ങളും ഫില്ല് ചെയ്യുക. ടു സെയിൽസ്, ഡ്യൂ ഡേറ്റ് ഈസ് 1st October, എമൗണ്ട് 200. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ, ക്യാഷ് റിസീവ്ഡ് ഫ്രം ശ്യാം. എന്നാണ് ക്യാഷ് റിസീവ് ചെയ്തത്? 1st October, ബൈ ക്യാഷ് 90 rupees. October 21, goods purchased from Shyam. Due date 1st December, purchase 500.
Then November 1 paid to Shyam 330, amount paid to Shyam to cash. 1st December again to cash. December 5 goods purchase from Shyam, so buy purchase 500. Next 10th December, due date is 1st January again, buy purchase again 200. Next January 1 paid to Shyam to cash, amount 600. Then January 9 sold to Shyam, January 9, due date is 1st February to സെയിൽസ്. നമ്മൾ സാധാരണ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു, അത്ര ഇതുവരെ ചെയ്തുള്ളൂ. ഇൻ ദ ബുക്സ് ഓഫ് നാഥ് ബ്രദേഴ്സ് നമ്മൾ ഷ്യാമിന്റെ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. ഹെഡിങ് എഴുതുമ്പോൾ ഷ്യാമിൻ അക്കൗണ്ട് കറന്റ് വിത്ത് നാഥ് ബ്രദേഴ്സ്. ഇൻട്രസ്റ്റ് 6% ആണ്. 1st February വരെയുള്ള അക്കൗണ്ട് കറന്റ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്പർ ഓഫ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യലാണ്. കാൽക്കുലേഷൻ ഓഫ് നമ്പർ ഓഫ് ഡേയ്സ്. നമുക്ക് പല പല ഡ്യൂ ഡേറ്റ്സുകൾ തന്നിട്ടുണ്ട്. ആ ഡ്യൂ ഡേറ്റ്സുകളൊക്കെ ഒന്ന് ഇങ്ങോട്ടേക്ക് കോപ്പി ചെയ്യാം. ഇതൊക്കെയാണ് നമ്മുടെ ഡ്യൂ ഡേറ്റ്സുകൾ. 1st October മുതലാണ് നമ്മുടെ ഡ്യൂ ഡേറ്റ്സുകൾ തുടങ്ങുന്നത്. 1st October മുതലുള്ള ഡേറ്റ്സുകൾ നമുക്ക് അറിയണം. ഒക്ടോബറിൽ എത്ര ദിവസമുണ്ട്, നവംബർ, ഡിസംബർ, ജാനുവരി, നമ്മൾ February 1 വരെയുള്ള സംഭവമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. February 1 വരെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഒക്ടോബറിൽ ഇനി എത്ര ദിവസമുണ്ട്? ഒക്ടോബറിൽ 30 ദിവസമുണ്ട്. ഇനി നവംബറിൽ 30 ദിവസം, ഡിസംബറിൽ 31 ദിവസം, ജാനുവരിയിൽ 31 ദിവസവും, ഫെബ്രുവരിയുടെ 1 ദിവസവും. ഒരു ടോട്ടൽ കോളം കൂടി ഇട്ടുള്ളൂ. ടോട്ടൽ നവംബറിൽ 1-ാം തീയതി വെച്ച് തുടങ്ങുമ്പോൾ ഇവിടെ ഇല്ല. നവംബർ 1 വെച്ച് തുടങ്ങുമ്പോൾ നവംബർ മൊത്തം 30 ദിവസമാണ്. അപ്പോൾ അതിൽ ഇനി 29 ദിവസമേ ഉള്ളൂ. ഡിസംബറിൽ 31 ദിവസം, ജാനുവരിയിൽ 31 ദിവസം, ഫെബ്രുവരിയിലെ 1 ഡേ. ഡിസംബർ ചെയ്യുമ്പോൾ ഡിസംബറിൽ ഇനി 30 ദിവസം, ജാനുവരിയിൽ 31 ദിവസം, ഫെബ്രുവരിയിൽ 1 ദിവസം. 1st February to 1st February 0 days. 1st October മുതൽ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. 1st ഡിസംബറിനെ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ചെയ്യണം എന്നില്ല അത്. ഇപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് ഇനി അവിടേക്ക് എടുത്ത് എഴുതുക. നമ്പർ ഓഫ് ഡേയ്സ് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഡേയ്സ് എഴുതുക. ഫസ്റ്റ് ഒക്ടോബറിൻ്റെ ആകുമ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് 123. 1st November ഡ്യൂ ഡേറ്റ് ആണെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് 92. 1st December ഡ്യൂ ഡേറ്റ് ആണെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് 62. 1st January ഡ്യൂ ഡേറ്റ് ആണെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് 31. ഇതാണെങ്കിൽ 0. 1st October ആണെങ്കിൽ 123 ഡേയ്സ്. 1st December ആണെങ്കിൽ 62 ഡേയ്സ്. 1st January ആണെങ്കിൽ 31 ഡേയ്സ്. ഇനി നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. 200 into 6% into 123 by 365. 330 into 6% into 92 by 365. 330 into 6% into 62 by 365. 90 into 6% into 123 by 365. 500 into 6% into 62 by 365. 500 into 6% into 31 divided by 365. 200 into 31 into 6% divided by 365. 1st February വരെ എത്ര ഇൻട്രസ്റ്റ് തരാനുണ്ട് അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 1st October ആയിരുന്നു ഡ്യൂ ഡേറ്റ്. ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് 1st February വരെയുള്ള ബുക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ 1st October മുതൽ 1st February വരെ എത്ര ദിവസമുണ്ട്? ഇവിടെ ഡ്യൂ ഡേറ്റ് 1st November ആണ്. നമ്മൾ ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് 1st February
വരെയുള്ള ബുക്കാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇൻട്രസ്റ്റ് കോളം ടോട്ടൽ ചെയ്യുകയാണ്. ഇൻട്രസ്റ്റ് ഏത് സൈഡാണ് കൂടുതൽ നോക്കുക. ഈ സൈഡിൽ എത്ര വരുന്നുണ്ട്? 10.48. ഈ സൈഡിൽ വരുന്നത് 15.46 ആണ്. 15.46. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ സൈഡ് ടോട്ടൽ ചെയ്യുക. ഏത് സൈഡാണ് കൂടുതലുള്ള സൈഡ് ആദ്യം ടോട്ടൽ ചെയ്യുക. 15.46. ഒന്ന് ലൈൻ വിട്ടിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഡെബിറ്റ് സൈഡ് ആണ് കൂടുതൽ. ഡെബിറ്റ് ബൈ ബാലൻസ് ഓഫ് ഇൻട്രസ്റ്റ് 15.46 മൈനസ് ഇതെല്ലാം മൈനസ് ചെയ്യുക. ഇത്രയും എമൗണ്ടിന് അദ്ദേഹത്തെ ഡെബിറ്റ് ചെയ്യണം. 4.97. അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ ഡെബിറ്റ് ചെയ്യാണ്. അദ്ദേഹം നമുക്ക് ഇങ്ങോട്ടേക്ക് തരണം. എമൗണ്ട് കോളത്തിൽ വന്നിട്ട് എഴുതുക 4.97. നമ്മൾ ഇൻട്രസ്റ്റ് കോളത്തിൽ നിന്ന് ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്തു. ഇൻട്രസ്റ്റ് കോളത്തിൽ നിന്ന് രണ്ട് ഇൻട്രസ്റ്റ് കോളവും കൂടെ ബാലൻസ് ചെയ്തിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. ഇത്രയും എമൗണ്ട് ഇൻട്രസ്റ്റ് തരണം. അപ്പോൾ ഈ എമൗണ്ട് മാത്രമല്ല, ഇത്രയും എമൗണ്ട് മാത്രമല്ല, അതിന്റെ കൂടെ ഇൻട്രസ്റ്റും കൂടെ അദ്ദേഹം തരണം. ഇനി അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ഏത് സൈഡാണ് കൂടുതൽ നോക്കുക. ഈ സൈഡ് 1484.97 വരുന്നുണ്ട്. ഈ എമൗണ്ട് കോളം 1290 ആണ്. അപ്പോൾ ഈ സൈഡാണ് കൂടുതൽ. ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. അപ്പോൾ ഡെബിറ്റ് സൈഡ് ആദ്യം ആഡ് ചെയ്യാം. 1484.97 എമൗണ്ട് ഇവിടേക്ക് എടുത്ത് എഴുതുക. 1484.97. ഇനി അദ്ദേഹത്തിന്റെ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ബൈ ബാലൻസ് ക്യാരി ഡൗൺ. ഡെബിറ്റ് സൈഡ് ആണ് കൂടുതൽ. അപ്പോൾ ഡെബിറ്റ് ബാലൻസ് ആണ്. അദ്ദേഹം നമുക്കൊരു ഡെപ്റ്റർ ആണ്, റിസീവബിൾ ആണ്. മൊത്തം ഇനി 194 രൂപ 97 പൈസ തരണം. നമ്മൾ ഈ ക്വസ്റ്റ്യൻ തന്നെ പ്രോഡക്റ്റ് മെത്തേഡിലൊന്നും ചെയ്ത് നോക്കാം. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു കോളം ഇട്ടിട്ട് എന്നിട്ട് ഇൻട്രസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുക. പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു കോളം ഇട്ടിട്ട് ഇൻട്രസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഒരു ഇൻട്രസ്റ്റ് കോളം ഉണ്ടാവില്ല, അതിന് പകരം പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു കോളം ഉണ്ടാവും. ഒരു കാര്യം മാത്രമേ ഞാൻ മാറ്റിയുള്ളൂ. ഇൻട്രസ്റ്റ് കോളം മാറ്റിയിട്ട് അതിന്റെ പേര് മാറ്റി പ്രോഡക്റ്റ് എന്നാക്കി. ഓക്കെ. എമൗണ്ടും നമ്പർ ഓഫ് ഡേയ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എല്ലാ കോളത്തിലും അങ്ങനെ ചെയ്യുന്നു. എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏത് സൈഡാണ് പ്രൊഡക്റ്റ് കൂടുതൽ എന്ന് നോക്കണം. അപ്പോൾ ഡെബിറ്റ് പ്രൊഡക്റ്റ് ആണ് കൂടുതൽ. അപ്പോൾ 1 ഫെബ്രുവരിയിൽ ബൈ ബാലൻസ് ഓഫ് പ്രോഡക്റ്റ് ഡെബിറ്റ് സൈഡിന്റെ ടോട്ടൽ എനിക്ക് വരുന്നത് 94,020 ആണ്. അത് ഞാൻ ഇങ്ങോട്ടേക്ക് കോപ്പി ചെയ്തു പ്രൊഡക്റ്റ് കോളത്തിലേക്ക്. 94,020 എത്ര വന്നു? ബൈ ബാലൻസ് ഓഫ് പ്രൊഡക്റ്റ് 94,020 മൈനസ് ഇതെല്ലാം മൈനസ് ചെയ്യാം. 30,250. നമുക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 30,250 in 6% into 1/365. പ്രൊഡക്റ്റ് കമ്പ്യൂട്ട് ചെയ്തു. പിന്നെ ഡിവൈഡ് ബൈ 365 മാത്രം അടിച്ചാൽ മതി, കിട്ടും. എല്ലാത്തിൻ്റെ നമ്പർ ഓഫ് ഡേയ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തതാണ്. അപ്പോൾ ഡിവൈഡ് ബൈ 365 അടിച്ചാൽ മതി. 30,250 into 6% ഡിവൈഡ് ബൈ 365. 30,250 into 6% divided by 365. 4.97. നമ്മൾ നേരത്തെ കിട്ടിയ എമൗണ്ടിന്റെ ഏകദേശം അടുത്ത് വന്നല്ലോ അല്ലേ. ലെഡ്ജറിലേക്ക് എടുത്ത് എഴുതുന്നു. ഇൻട്രസ്റ്റ് 4.97. ഇനി അക്കൗണ്ട് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ എമൗണ്ട് കിട്ടും. അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ഈ സൈഡ് ടോട്ടൽ ചെയ്യുക. എമൗണ്ട് കോളം ടോട്ടൽ ചെയ്യുന്നു. 1484.97. അത് നമ്മൾ ഇവിടേക്ക് എടുത്ത് എഴുതുന്നു. 1484.97. then 1484.97 minus sum of